ദേവിയും ദാരിക അസുരനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പുരാണ കഥ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഒരു പരമ്പരാഗത ആചാര നാടകവും നാടോടി നൃത്ത നാടകവുമാണ് മുടിയേറ്റ്. ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി ആരാധനയുടെ ഭാഗമായാണ് ഈ ആചാരം. വിളവെടുപ്പിന് ശേഷം ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ മാതൃദേവതയുടെ ക്ഷേത്രങ്ങളായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മുടിയേറ്റ് അവതരിപ്പിക്കുന്നു. കേരളത്തിലെ തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മാരാർ, കുറുപ്പ് സമുദായങ്ങളിലെ അംഗങ്ങൾ നടത്തുന്ന ഒരു ഗ്രാമീണ ആചാരമാണ് മുടിയേറ്റ്. എന്നിരുന്നാലും മുഴുവൻ സമൂഹവും അതിൽ പങ്കുചേരുന്നു. ചാലക്കുടി പുഴ, പെരിയാർ, മൂവാറ്റുപുഴ എന്നീ നദികളുടെ തീരത്തുള്ള വിവിധ ഗ്രാമങ്ങളിലെ ദേവീക്ഷേത്രങ്ങളായ ഭഗവതി കാവുകളിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് മുടിയേറ്റ് വർഷം തോറും നടത്തപ്പെടുന്നു. ഹിന്ദു പുരാണങ്ങളിലെ 14 ലോകങ്ങളിൽ വസിക്കുന്ന ഒരു മനുഷ്യനോടും ഒരിക്കലും തോൽക്കില്ലെന്ന ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച ഒരു അസുരനായിരുന്നു ദാരിക. ഇത് ദാരികയെ അതിശക്തനും അഹങ്കാരിയുമാക്കി. ഈ വരം കൊണ്ട് ശക്തനായ ദാരിക ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തി ലോകം കീഴടക്കി. അവന്റെ ക്രൂരതകൾ അസഹീനമായപ്പോൾ ദാരികയെ ഉൾക്കൊള്ളാൻ നാരദ മുനി ശിവനോട് അഭ്യർത്ഥിച്ചു. ശിവൻ സമ്മതിച്ചു. ദാരികയെ കാളീ ദേവി വധിക്കുമെന്നും അവൾ ഒരു സ്ത്രീയാണെന്നും 14 ലോകങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുടെ കൂട്ടത്തിൽ കണക്കാക്കാൻ പാടില്ലാത്തവളാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രഹ്മാവിന്റെ വരം ശിവൻ ഒഴിവാക്കി. ഒരു സമ്പൂർണ്ണ മുടിയേറ്റ് അവതരണത്തിന് താളവാദ്യക്കാർ, കളമെഴുത്ത് കലാകാരന്മാർ, ഗായകർ എന്നിവരടക്കം ആകെ 16 പേരോളം ആവശ്യമാണ്. മുടിയേറ്റിന്റെ വസ്ത്രധാരണ രീതികളിലും പ്രകടന രീതികളിലും പ്രാദേശിക വ്യത്യാസങ്ങൾ കാണാം. അങ്ങനെ കൊരട്ടി ശൈലിയിൽ കാളി മുലയുടെ ആകൃതിയിലുള്ള പലക കൊണ്ട് മാത്രം പൊതിഞ്ഞ നഗ്നമായ ഉടുപ്പാണ് പ്രദർശിപ്പിക്കുന്നത്. കുന്നയ്ക്കൽ, കീഴില്ലം, പാഴൂർ ശൈലികളിൽ അവൾ ശരീരം മുഴുവനായും വസ്ത്രം ധരിക്കുന്നു. അതുപോലെ കൊരട്ടി ശൈലിയിൽ ദാരികയുടെ മുടി കഥകളി കിരീടത്തോട് സാമ്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് കഥകളിയുടെ കത്തിവേഷങ്ങൾ വരയ്ക്കുന്നു. മുടിയേറ്റ് കഥകളിക്ക് മുമ്പുള്ളതാണെങ്കിലും ഈ 2 രൂപങ്ങളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. AD 9ഉം 10ഉം നൂറ്റാണ്ടുകളിലാണ് ഈ കലാരൂപങ്ങൾ തുടങ്ങിയതെന്ന് ചരിത്രം പറയപ്പെടുന്നു. 2010 യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിനിധി പട്ടികയിൽ മുടിയേറ്റ് ഉൾപ്പെടുത്തി. അങ്ങനെ കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള 2ാമത്തെ കലാരൂപമായി ഇത് മാറി.
വൈരികളെ ചാറ്റിയൊരു താൻ ചെയ്ത സർസവകലേറുവന് പ്രതികലമെന്ന നാണം അവനിയോ ജയമുടിച്ച് പ്രതികല മുടിച്ചതന്റെ മഹാദേവൻ തമ്പുരാന്താൻ ഇത് വിഹിതമറിഞ്ഞു ഇന്നവർ വസനത്തെ തീർവാനായി ഇതാ വന്ന് വിളിക്കുന്നുവോ ചതിയുടെ വനം കൊണ്ടേ മുതിവ് ഓർത്ത വേണം ചതിയുടെ യുദ്ധഭൂമിയോ ഓർക്കുവായേ വിളിച്ചതിപ്പോൾ പാർത്ഥനോ പാർത്ഥന്താനോ പരാപര ശിവനോ മറ്റും ആർക്കഞ്ചേരി വിരിഞ്ചന്താനോ അറുമുഖനോർന്ന് പോനോ ആർക്കുമേ ജയം വരാതോരും പാർത്ഥനോ പാർത്ഥന്താനോ ഓ അമ്പനാം തമ്മിമാർകൾ ആർക്കാനോ പോക്ക് ശ്രീരാമൻ താനോ പുലമ്പുന്ന കൃഷ്ണൻ താനോ തൂക്കുവാൽ മുഖമുള്ളോരു ദുർഗയാ രാജാവേ ചൊല്ലു ചൊല്ലേ ആരുമല്ലേ കണ്ണിനോട് നിറവണ പറന്നു വന്ന കൊല്ലുവാൻ നിന്നെ ഒന്നിതാ നാനുവേന്ദ്രാജുകളെ ഇന്ദ്ര മുതലായുള്ളോ യമയോടും പത്തതിക്കും മന്ത്രിമാർ മുനികൾ വിണ്ണോർ പരാപരമറിഞ്ഞുപോയി അന്തകനെ വെന്നേൻ ഹരിമയനെ വെന്നേൻ എന്തറിഞ്ഞു പെണ്ണേ നീ വന്നു നിന്നെന്നോട് എതിർ വിളിപ്പൂ ഞാൻ വെണ്ണി വിളിച്ച് ഓർക്കളത്തിലാക്കിക്കൊണ്ട് നന്ന് മാനവർ നാമത്തെ ഒരു ഓളം കൊണ്ട് തലയും കൊണ്ടുപോ ശ്രീ കൈലാസം ഞാൻ ചെന്നാലും ചൊല്ലിക്കൊട്ടി പാടാറേ ഉള്ളൂ. പൊത്തി പൊതിപ്പന്തം തമർത്തിത്താളം അല്ല നാം പ്രീന്നല കുട്ടിയോ അത് വേണ്ടതാണല്ലോ ഉമ്മ 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 അത് വേണ്ടതാണല്ലോ ഞാനേതി എന്നു ചില തർക്കങ്ങൾ ചെയ്യുമാറില്ല പാർത്താൽ ഇങ്ങനെ ചില തത്വം കൊണ്ട് കൊട്ടപ്പെങ്കിലും ഒരു ഗണപതി ഒല്ലിട്ട് വേണ്ടോ കൊട്ടാൻ അത് വേണ്ടതാണല്ലോ കത്തി എല്ലു വരുമ്പോ അനന്തിര വർക്കം തന്നെ കത്തി എരിച്ചു പൊരിച്ചൊരു കണ്ണും കാതിൽ ശംഖം കവചം പൂണ്ടും തത്വം മാനും മഴുവും തുഴയഴകും പകുത്തതുമ്പ പങ്കജമലരോട് ഇമ്പോടങ്ങ് വലത്തിപ്പോക്ക് കളിച്ചൊരു കാലം അന്നം പായസം വെള്ളു വരിച്ചുളയും തേന്മാങ്ങയും മറ്റും തരുവാൻ ഞാൻ അൻപോട് ഗണപതിയും വാട്ടിയും നൽകും നല്ല ഗണപതിയായി
എന്നാ ഉടനെ ഒരു സരസ്വതിയില്ലാവുള്ളൂ. അത് വേണ്ടതാണല്ലോ. പനിമതി ചൂടി പലകനി തേടി പരിചോടിരിക്കും പാലോടിയാളെ. മാ പല പല കാലം പരിചോടുന്നാവി കവി എറിയിടുക നല്ല കൗമുദി. നല്ല കൗമുദിയായിട്ടുണ്ട്. ഇങ്ങനെ മധ്യവൃത്തം വന്ന് പറഞ്ഞു. ഇന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വരുന്ന അങ്ങേടുത്തുനിന്ന് ഇന്ന് വെച്ചാലോ ഈ കാടിന് കടിഞ്ഞാൽ തന്നെ തോന്നും. തന്നെ തോന്നുന്നുണ്ടല്ലോ. എനിക്കെല്ലാ കൂട്ടത്തിലും ദുശ്ചോദ്യങ്ങള്. ചില കൂട്ടത്തിൽ കൊണ്ടു തേച്ചും കുളിച്ചും ഉമ്മാ ചുണ്ടും ഉമ്മ മാർഗമായി കിടന്നങ്ങോട്ട് ഉറങ്ങോ. അല്ല കിടന്ന് ഉറങ്ങുകയാണോ? ഉറക്കത്തിൽ തോന്നുവാടെ ഓരോന്നും അതെന്താണ്? നൃത്തമുത്ത് മുത്താണ്. മുത്താണോ? മുത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ശ്രീ മഹാദേവൻ നൃത്തിക്കാണ് ചേർത്തമായത്. മാ പാർവതി ദേവി താളമിട്ട് നൃത്തമായത്. ഉമ്മ നന്ദികേശൻ നൃത്തം ഇഴാവടിച്ച് നൃത്തമായത്. മാ അങ്ങനെ നൃത്ത ഗീത വാക്യത്തിന്റെ മൃതശ്രുതി അവർ പറഞ്ഞേക്കായി. ഓ എന്താ മാത്രം വെച്ച് പകർത്തേണ്ട. ചെണ്ട തെറിച്ച് കേക്കായി. മാ തിമില ചൊറി കേക്കായി. ഉമ്മ അന്തോണി കൊട്ടി കേക്കായി. ഇതാളും പാടി. ഒക്കെ വിരിക്കാൻ ജാതിയാണല്ലോ. ചില കൂട്ടൊക്കെ വിരിക്കാൻ ജാതി ഉണ്ടോ? മാ നമുക്ക് ചില കാവിൽപ്പാടവും ദേശാധിപത്യവും മുക്കാലിവട്ടങ്ങളൊക്കെ ഉണ്ട്. ഈ അരങ്ങത്ത് പറഞ്ഞ ഈ അരങ്ങത്ത് പറഞ്ഞ മാത്രമൊന്നുമല്ല. പിന്നെ എന്താണ്? നമ്മുടെ ദേശത്തെ പേര് അല്ല ദേശമുണ്ടോ? ഇരുട്ടിൽ എന്ത് പേര്? വിളക്ക് വെച്ചാലോ? ഇരുട്ടത്ത് വിളക്കട്ടെ. ഇവിടുത്തെ പോലെ തന്നെ വിളിച്ച ആഴ്ചയിലും തന്നെയാണല്ലോ. അവിടെ ഉണ്ടോ വലുതായിട്ടൊരു വൈറ്റമ്യം. അതെന്താണ്? പന്തീരാണ്ട് കാലായി വറ്റും പൂവും വെള്ളം കൂടെ കൂടി കണ്ടിട്ട് അത് ഗതിയില്ലായ്മ. മാത്രമൊന്നുമല്ലോ. പിന്നെന്താണ്? നമ്മുടെ ഈ യഥക്കൂറ്റാരും നമ്പൂരിമാർ അല്ല അവിടെ ഉണ്ടോ നമ്പൂരിയാര്? നമ്പൂരിമാരുണ്ടോ? ദേശം ഉണ്ടോ? അവിടെയൊക്കെ ഈ നമ്പൂരിമാർ. മാ നമ്പൂരിമാരുണ്ടോ? അവിടെയൊക്കെ ഒരു ദേശമുണ്ട്. ഉമ്മ അവരുടെ ഒരു വക ഊരായ്മ കൊണ്ട് തനിക്കട വലുതെന്നും വലുതായിട്ടൊരു തർക്കം. എന്താണ് ഇതിനകത്തും വലിയ തർക്കം? ആരാനും വച്ചിട്ട് ചില കാര്യം. മാ ശ്രീ കൈലാസത്തിൽ നിന്ന് കോയിമ്പട നായർ വന്നേ ഈ കാര്യം തീർക്കുന്ന അല്ല കോയിമ്പളതായത് വന്നേക്കാം. കണ്ടിട്ട് അങ്ങോട്ട് ഒട്ടും മനസ്സിലായിരുന്നു. ഒട്ടും മനസ്സിലായില്ല. പള്ളിപ്പൂ മെതടാൻമേൽ മാ അരിമയനുടെ ചിത്തവർ കൊത്തവണ്ണം മൂമ്മ മെല്ലെ ചെന്ന് ഹരി ജീവിതവും പറഞ്ഞൊപ്പിച്ചെല്ലാവരോടും കളവ് പറയും കവി നന്മയോൻ. മാ ഇങ്ങനെ ശാസ്ത്രവ ഭൈരവ എന്ന വിളിയും വിളിച്ച് മൂമ്മ പൂന്തോട്ടം കാക്കാൻ കോയിമ്പടനാര് എത്ര വന്നു? ഒന്ന് വന്നു ഈ മനുഷ്യൻ പുറപ്പെട്ടില്ല. മാ രണ്ടു വന്നു മനുഷ്യൻ പുറപ്പെട്ടില്ല. മൂമ്മ മൂന്നാം മനുഷ്യത്തോടെ ഹരി ജീവിതവും പറഞ്ഞങ്ങോട്ട് ഒപ്പിച്ചു പുറപ്പെട്ടു. ഒപ്പിച്ച് പുറപ്പെട്ടോ? വീട്ട് കൈത്തോലെടുത്തു വാളും പരിശി മാ ഇടുപടി കടന്നു ചാറുപടി കടന്നു. മൂമ്മ പൊട്ടിയാമ്പടിക്ക് ചെന്നപ്പോഴല്ലോ ചക്കികളും ചില കോതകളും മാ 3 മുഴം ചുണ്ടുകളും മുതുക തെല്ലുകളും മൂമ്മ ഉണ്ണനെ ഉറിയന് പോകുമ്പോൾ തൊമ്മനും പറഞ്ഞോടച്ചാറുകൾ അങ്ങോട്ട് ഓ, കടത്തില്ലെന്നായി. അവിടെ ആൾക്കാർ കുറെ ഉണ്ടല്ലോ. അങ്ങോട്ട് കടക്കണേ നമ്മുടെ 2 കയ്യിലിരിക്കണം വയ്ക്കണം എന്ന് വാങ്ങി. രണ്ട് കഴിഞ്ഞ പച്ചയാളോ? നല്ല നായരുണ്ടോ ആയുധം വെക്കണോ? ആ ഞങ്ങളാളി പച്ചയാളി. എന്നാ നമ്മുടെ ഭഗവാനോട്ട് പൊട്ടിയാമ്പടി കടന്നാലോ? അത് വളരെ നല്ല കാര്യം. പാടിയോ പദഹതാളമോ മദനാർത്തന